വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ ഒരുപാട് ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റന്റ് മിക്സിന്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് ഇത് നന്നായിട്ട് കഴുകി ഉണങ്ങി വെള്ളത്തിന്റെ അംശം ഒന്നും ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. കുതിർക്കാനായിട്ടൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കഴുകി നമുക്ക് അതിന്റെ വെള്ളം തോർന്ന് കിട്ടുന്ന സമയം മാത്രം മതിയാവും റെഡിയാക്കി എടുക്കാനായിട്ട്. വെയിലത്ത് വെച്ച് ഉണങ്ങാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒപ്പിയെടുത്താൽ മതി. അതിന്റെ വെള്ളത്തിന്റെ അംശമെല്ലാം മാറി നമുക്ക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതാ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പരിപ്പൊന്ന് ചൂടായി വരുന്ന സമയത്തുണ്ടല്ലോ, വറ്റൽമുളക്, കുരുമുളക്, കൊത്തമല്ലി, ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വറ്റൽമുളകും കുരുമുളകും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ ആ നാരും അതുപോലെ തന്നെ കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കേടാവത്തൊന്നുമില്ല, ഉറപ്പാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല ആ പരിപ്പ് റോസ്റ്റ് ആയി വരുന്നതിനൊപ്പം തന്നെ ഈ പുളിക്കകത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പരിപ്പ് ഏകദേശം ഒന്ന് റോസ്റ്റ് ആയി വരുന്ന സമയത്ത് കറിവേപ്പിലയും മല്ലിയിലയും ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. നമുക്കൊരു 15-20 മിനിറ്റ് സമയം എടുക്കുന്നുണ്ട്. അതുപോലെ പരിപ്പ് ബ്രൗൺ കളർ ഒന്നും ആകേണ്ട കാര്യമില്ല. പരിപ്പ് നമ്മൾ ഇടയ്ക്ക് പിടിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പരിപ്പ് ഒന്നുകൂടെ റോസ്റ്റ് ആയി വരാനുണ്ടെന്നാണ് അർത്ഥം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ മണൽത്തരികൾ നമ്മൾ വാരിയിടുക അല്ലെ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോ ഈ മല്ലിയിലയും കറിവേപ്പില നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. മല്ലിയിലയുടെ തണ്ട് ആയി വരാൻ ഒരു സ്വല്പം താമസം ഉണ്ടാവും. ഇനിയിപ്പോ തണ്ട് ഇട്ടില്ലെന്ന് ഓർത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഒരു കുറച്ച് സമയം എടുത്ത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതിയാവും. അപ്പൊ തണ്ട് മാത്രം ഒന്നുകൂടി ആവാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്രത്തോളം സമയം എടുത്ത് ചെയ്യുന്നോ അത്രത്തോളം സമയം നമുക്ക് ദീർഘകാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് മിക്സ് തന്നെയാണിത്. വളരെ ടേസ്റ്റി കൂടിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് കറിയുടെ അല്ലെങ്കിൽ സാമ്പാറിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്തതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി നമുക്ക് പെരിങ്കായം റോസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കായപ്പൊടി തന്നെ ചേർത്ത് കൊടുത്തോളൂ. വെള്ളം തൊടിക്കാനേ പാടില്ല. വെള്ളത്തിന്റെ അംശം ഒന്നും ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടേ. അപ്പൊ നല്ലൊരു വാസനയാണ് വരുന്നത്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കാതെ പരിപ്പ് കറി വെക്കത്തില്ലേ, അതിന്റെ കൂട്ടുകളെല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തോളം ഉള്ള പൊടികൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് തിളച്ച ചൂടുവെള്ളം ഉണ്ടല്ലോ അതും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി കുറുക്കി വേണമെങ്കിൽ അങ്ങനെയാവാം, നല്ല ലൂസായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയാവാം. ഉപ്പിന്റെ ഒന്ന് മാത്രം നോക്കി ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി സാമ്പാറിനാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ ഒന്ന് കടുക് പൊട്ടിച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഒന്നും ഒത്തിരി ചേർക്കുന്നില്ല. കാരണം ഈ കുട്ടികളൊക്കെ കഴിക്കുന്ന ആവശ്യത്തിന് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതുപോലെ ഒന്ന് കടുക് പൊട്ടിച്ചങ്ങോട്ട് എടുത്തോളുക. ഇനിയിപ്പം നമുക്ക് വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം. ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ചോറിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തിരി ലൂസ് ആക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറുക്കിയായിട്ടാണ് വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇനി ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഡപ്പയ്ക്കകത്തോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലുണ്ടല്ലോ അതിൽ വേണേലും ഉപയോഗിച്ച് വെക്കാവുന്നതാണ്. അപ്പൊ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.